ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് സാക്ഷ്യം പറയുവാനായിട്ട് മാതാവിൻ്റെ അത്ഭുതകരമായ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയതിനെപ്പറ്റി ഇവിടെ സാക്ഷ്യപ്പെടുത്തുവാനാണ്. എൻ്റെ പേര് മനോജ. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളിവിടെ എത്തിയതിൻ്റെ പിന്നിൽ എൻ്റെ സഹോദരൻ മനീഷാണ് കൂടെയുള്ളത്. അവർ കുവൈറ്റിൽ കുടുംബമായിട്ട് സെറ്റിൽഡായിരുന്നു. അപ്പോൾ ഒരു 1.5 വർഷം മുമ്പ് പല്ലിൽ ഇങ്ങനെ ഒരച്ചിൽ പോലെ വന്ന് പല്ല് കൊണ്ട് നാവ് ഒരഞ്ഞ് നാവിൽ ഒരു അൾസർ പോലുണ്ടായി. അത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നോൺ ഹീലിംഗ് അൾസറായിട്ട് മാറുകയും ഡിസംബർ ലാസ്റ്റ് വീക്കിൽ കുവൈറ്റിൽ അത് ക്യാൻസറാണെന്ന് കൺഫേം ചെയ്തു. അതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുവാനായിട്ട് അവർ ആവശ്യപ്പെട്ടു. കുവൈറ്റിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ജനുവരി 3-ാം തീയതി നാട്ടിലെത്തി. തുടർന്ന് ആ ആഴ്ചയിൽ തന്നെ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി വീണ്ടും നമ്മൾ ഒന്നുകൂടി ഇത് കാണിച്ചു. അപ്പോൾ അവിടുന്നും ഇത് നാക്കിൽ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലായിപ്പോയി. കുടുംബം മൊത്തം ഷോക്ക്ഡായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അപ്പോൾ നമുക്ക് ജനുവരി 17-ാം തീയതിയാണ് അഡ്മിറ്റ് ആകാൻ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ 16-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഉടമ്പടി എടുക്കാനായിട്ട് നിമിത്തമായത് മൂത്ത സഹോദരൻ്റെ ഭാര്യയായിരുന്നു സ്മിത. 1 വർഷം മുമ്പ് ഇവിടെ ഉടമ്പടിയിലുള്ള ആളാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. അങ്ങനെ 16-ാം തീയതി ഉടമ്പടി എടുത്തു. 17-ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 19-ാം തീയതി ആയിരുന്നു നാക്കിൽ സർജറി. അപ്പോൾ 90% നാക്ക് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തെടുത്ത് തൊടയിൽ നിന്ന് ഫ്ലാപ്പ് എടുത്താണ് വെച്ചത്. അപ്പം ഒരു 10 മണിക്കൂർ സർജറി ആയിരുന്നു. ലാസ്റ്റ് അവർ പറഞ്ഞു കുഴപ്പമില്ല. പക്ഷേ ഒരു രാത്രി 12 ആയപ്പോൾ പറഞ്ഞത് ഇത് ഫെയില്യൂറായി. അതായത് വച്ച ഫ്ലാപ്പിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒട്ടുമില്ല, ഈ ഫ്ലാപ്പ് റിജക്റ്റഡ് ആവുമെന്ന്. ബ്ലൂ കളറായി. അപ്പോൾ അതിങ്ങനെ തെള്ളി പുറത്തോട്ട് വരാൻ തുടങ്ങി, ബ്ലൂ കളറായി. അപ്പം നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി വസ്തുക്കൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ ICU ചെന്ന് നമ്മൾ കാണാനുള്ള അനുവാദം കിട്ടുന്ന സമയത്തും ഇവിടുന്ന് കിട്ടിയ മാതാവിൻ്റെ രൂപം നെറ്റിമേൽ വെച്ച് പ്രാർത്ഥിക്കുകയും തൈലം തൊടുകയും കിട്ടുന്ന സമയത്തെല്ലാം പ്രാർത്ഥനയും, അതുപോലെ ആശുപത്രിയുടെ ഇടനാഴിയിൽ രാവിലെ തിരക്കാവുന്നതിന് മുമ്പും അതുപോലെ വൈകിട്ട് തിരക്കൊഴിഞ്ഞ നേരത്തും ഞാൻ നന്നായി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ 19 കഴിഞ്ഞു. അപ്പോൾ അവർ ഇത് റിജക്റ്റഡായി. ഇനിയും ഒരു ഓപ്ഷനൂടെ ഉണ്ട്. അതുകൂടെ ഫെയിൽഡ് ആയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 24-ാം തീയതി സെക്കൻഡ് സർജറി തീരുമാനിച്ചു. അതിൻ്റെ ഫ്ലാപ്പ് കയ്യിൽ നിന്നാണ് എടുത്തത്. അപ്പം ആ ഫ്ലാപ്പ് ഇതുപോലെ വെച്ചു. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥനയായിരുന്നു. സന്ധ്യയോടുകൂടി നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു അത്ഭുതം തന്നെ നടന്നു, വെരി ഗുഡാണ്, സക്സസ് ആണ്, നല്ല സർക്കുലേഷനാണ്, ഇപ്പോഴാണ് അവൻ്റെ നാവ് സ്യൂട്ടായത് എന്ന് പറഞ്ഞു. അവർക്ക് തന്നെ അത്ഭുതമായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഒരു 18 ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം അവിടെ ആശുപത്രിയിലുള്ള കൂട്ടിരിപ്പുകാർക്കും നമ്മളോട് കോണ്ടാക്റ്റ് വരുന്നവർക്കെല്ലാം തന്നെ നിർധനരായവർക്കെല്ലാം ഞങ്ങളാൽ ആവുന്നത്ര സഹായം ആഹാരമായിട്ടും ധനമായിട്ടും ഒക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ ഡിസ്ചാർജായി. അപ്പം ഡോക്ടർ പറഞ്ഞത് ഈ 90% ഒറിജിനൽ നാക്ക് പോയതുകൊണ്ട് സംസാരശേഷി പ്രതീക്ഷിക്കേണ്ട. പിന്നെ അതുപോലെ വയറിലൂടെ പെഗ് ട്യൂബ് ഇട്ടാണ് ഫുഡ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് ഒരു 1 ഇയർ കഴിഞ്ഞ് മാറ്റാൻ പറ്റുമോ എന്ന് പറയാൻ, ചിലപ്പോൾ ലൈഫ് ലോങ് ആയിട്ട് ഈ പെഗിലൂടെ ഫുഡ് കഴിക്കാൻ പറ്റൂ, കാരണം 90% ഫ്ലാപ്പ് ആയതുകൊണ്ട്. അപ്പോൾ സംസാരശേഷിക്കും വലിയ ഹോപ്പില്ലാന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് നടന്ന സംഭവം, ഈ 24-ാമത്തെ സെക്കൻഡ് സർജറി കഴിഞ്ഞിട്ട് 4-ാം പക്കം അവൻ സംസാരിച്ചു. ഈ ICU റൂമിൽ അവൻ സംസാരിച്ചു എന്നുള്ളത് നമ്മളെ കോരിത്തരിപ്പിച്ചു, അത്ഭുതപ്പെടുത്തി.
മാതാവ് ശരിക്കും ഇവിടെ നിന്ന് സഞ്ചരിച്ച് അവിടെ വന്നു എന്നുള്ളതിന് നല്ല തെളിവായി. അങ്ങനെ അപ്പോൾ ഇനി സംസാരശേഷി നമുക്ക് കിട്ടി. അടുത്തത് പെഗ് ട്യൂബാണല്ലോ, അത് ലൈഫ് ലോങ് ആണ്, ചിലപ്പം 1 ഇയർ കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെക്കപ്പിന് ഏപ്രിൽ 26 ചെന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ചെക്കപ്പ് ഈ ജൂൺ 5, അതായത് കഴിഞ്ഞ മൺഡേ ചെന്നപ്പോൾ വീണ്ടും മാതാവിൻ്റെ അനുഗ്രഹം. ഇപ്പോൾ അവൻ്റെ വയറിൽ പെഗ് ട്യൂബും ഇല്ല, പെഗ് ട്യൂബും മാറ്റി. ഇപ്പം നന്നായിട്ട് സാധാരണ നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും നാവിലൂടെ വായിലൂടെ കഴിക്കുവാനും തുടങ്ങി. അങ്ങനെ വളരെയധികം ഇതെല്ലാം മാതാവിൻ്റെ അത്ഭുതമാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു.